ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ സമ്മേളനമല്ല. ഇത് കിഡ്നി രോഗികൾക്ക് സഹായം കൊടുത്തതിന്റെ പേരിൽ ഈ വാളിൽ ലീഗിനെ ജയിപ്പിക്കാനുള്ള ഇലക്ഷൻ ക്യാമ്പയിന്റെ സമ്മേളനമല്ല. ഈ അങ്ങാടിയിലെ ജനങ്ങളെ, നിങ്ങളുടെ തിരക്കിട്ട വ്യവഹാരത്തിനിടയിൽ, നിങ്ങളുടെ തിരക്കിട്ട വ്യാപാരത്തിനിടയിൽ നിങ്ങളുടെ മനസ്സൊന്ന് തരുമോ ഞങ്ങൾക്ക്? നിങ്ങളുടെ കാതൊന്ന് കുറിപ്പിക്കുമോ? ഈ പച്ചപ്പതാകയുടെ അർദ്ധചന്ദ്ര താരാങ്കിതമായ നിലാവിന്റെ കുളിരിളം സന്തനത്തിന്റെ ദർശനത്തെ ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്. വർത്തമാനകാല ഇന്ത്യയിൽ ഞങ്ങൾ ഇതുറക്കെ പറയുകയാണ്. മന്ത്രിയെ ഉണ്ടാക്കാനല്ല, MLA സൃഷ്ടിക്കാനല്ല, അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോകാനല്ല. മനുഷ്യനും മനുഷ്യനും ജാതിഭേദം മതദ്ദേശമില്ലാതേതുമേവനും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം, ആ സ്ഥാനത്ത് സൃഷ്ടിക്കാൻ ഞങ്ങളിതാ ചരിത്രത്തിന്റെ വഴിധാരകളിൽ നിന്ന് സ്നേഹത്തിന്റെ അധ്യാപനത്തെ പ്രകാശിപ്പിക്കുകയാണ്. അവിടെ ഞങ്ങൾ പ്രിയപ്പെട്ട സ്വാമി വിവേകാനന്ദനെ നെഞ്ചിൽ ചേർത്തുവെക്കും. ഡിവൈഎഫ്ഐയുടെ മതേതര സംഗമത്തിന് ആളെ കൂട്ടാനുള്ള ഫ്ലെക്സ് ബോർഡിലെ ചിഹ്നമല്ല സ്വാമി വിവേകാനന്ദൻ എന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. RSSന്റെ പഥസഞ്ചലനത്തിന്റെ വിദ്വേഷത്തിന്റെ ബൂട്ട്സിന്റെ ശബ്ദത്തിന് ഖനം കൂട്ടാൻ, ഇതര മതസ്ഥനെ ഭയപ്പെടുത്താനുള്ള ആൾ ദൈവമല്ല സ്വാമി വിവേകാനന്ദൻ. പിന്നെയോ ചിക്കാഗോയിലെ ലോകമത മഹാസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനെ നാം അറിയുകയാണ്. പ്രസംഗപീഠത്തിലേക്ക് കയറി വന്നപ്പോ അമേരിക്കക്കാരന്റെ ഈഗോ സമ്മതിച്ചില്ല സദസ്സിൽ ഇരുന്നു കൊടുക്കാൻ. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, MITയിൽ നിന്ന് M.Tech കഴിഞ്ഞ അമേരിക്കക്കാരന് കാഷായം ധരിച്ച ഇന്ത്യക്കാരന്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കാൻ അവന്റെ ഈഗോ അനുവദിച്ചില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞവൻ ഈ സ്വാമിക്ക് മുമ്പിൽ അനുസരണയോടെ ഇരുന്നു കൊടുക്കില്ല. അവൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. തിരൂരിലെ നിയോജക മണ്ഡലത്തിലെ യൂത്ത് ലീഗിന്റെ വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ അധ്യക്ഷൻ ഈ സദസ്സിലേക്ക് എന്നെ വിളിക്കുമ്പോ, ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ അത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരവും അഹങ്കാരവും അപമാനവുമായിരിക്കും. ഞാനിവിടെ നിൽക്കുമ്പോ നിങ്ങൾ ചെവി കുറിപ്പിച്ചു തരുന്നത് എന്റെ പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടാകില്ല, അത് നിങ്ങളുടെ ആതിഥ്യ മര്യാദയാണ്. പക്ഷെ ആ ആതിഥ്യ മര്യാദ ലോകത്തിലെ ചിക്കാഗോയിലെ സമ്മേളനത്തിൽ സ്വാമിജിയോട് കാണിച്ചില്ല. അവർ തിരിച്ചുപോയി കൂസാതെ. ഇന്ത്യയുടെ അഭിമാനപുത്രൻ, മഹാനായ ഇന്ത്യക്കാരൻ തന്റെ പ്രസംഗം തുടങ്ങി. എങ്ങനെയാണ് തുടങ്ങിയത്? മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. അമേരിക്കക്കാരനായ ക്രൈസ്തവ പാതിരി വന്ന് വിളിച്ചത് ഹേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹേ ആണുങ്ങളെ, ഹേ പെണ്ണുങ്ങളെ എന്ന് വിളിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ കാണാത്ത അമേരിക്കക്കാരനെ സപ്തസാഗരങ്ങൾക്കപ്പുറത്ത് ഇന്ത്യക്കാരനായി വന്ന സന്യാസി വര്യൻ വിളിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി. പ്രസംഗത്തിന്റെ പീഠത്തിൽ നിന്ന് ഒഴുകി വന്ന ഈ വാക്കുകൾ കേട്ടപ്പോ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കൊട്ടും സ്യൂട്ടും ടൈയും കെട്ടിയ ടെക്നോക്രാറ്റിന് സ്വാമിജിയുടെ കാഷായ വസ്ത്രത്തിന്റെ മുമ്പിൽ നമ്രശിരസ്കനാകേണ്ടി വന്നു. അവർ തിരിച്ചു വന്നു. ആരാണ് ഞങ്ങളെ സഹോദര എന്ന് വിളിക്കുന്നത്? ആരാണ് ഞങ്ങളെ സഹോദരി എന്ന് വിളിക്കുന്നത്? വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പാരമ്പര്യമുണ്ടല്ലോ, ഇന്ത്യയുടെ സംസ്കാരമുണ്ടല്ലോ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദാനമധർമ്മസ്യ തദാത്മനാം സൃജാമ്യഹം. എവിടെയാണ് കൃഷ്ണ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്? എവിടെയാണ് അധർമ്മം കൊടികുത്തി വാഴുന്നത്? അവിടെ നീ ധർമ്മത്തിന്റെ ധ്വജവാഹകനാവുക എന്നുപദേശിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ സംസ്കൃതി, ആ ഇന്ത്യയുടെ അഭിമാനപുത്രൻ സ്വാമി വിവേകാനന്ദൻ പ്രബുദ്ധനായ മലയാളിയെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ടൂറിസത്തിന്റെ ലേബലിൽ ധിക്കാരത്തോടെ നാം സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളത്തിന്റെ ഭൂമികയെ നോക്കി പറഞ്ഞു, ഇത് ഭ്രാന്താലയമാണ്, ഭ്രാന്തന്മാരായ ആൾക്കൂട്ടത്തിന്റെ ഈ ഭൂമിശാസ്ത്രമാണ് കേരളം എന്ന് മഹാനായ സ്വാമി വിവേകാനന്ദൻ പറയുമ്പോ ഈ നൂറ്റാണ്ടിന്റെ പുതിയ കാലഘട്ടത്തിൽ നാം അറിയുകയാണ്. ഷുക്കൂർ എന്ന കുഞ്ഞുമോനെ കൊന്നത് അറിയുമോ? ഈ അങ്ങാടിയിൽ ആൾക്കൂട്ടത്തോട്, വ്യാപാരികളോട്, കോഴിക്കച്ചവടക്കാരെ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയണം, ഞങ്ങളുടെ കുഞ്ഞനുജനെ കൊല്ലുമ്പോ കോഴി അറുക്കുന്ന സമയത്ത് നിങ്ങൾ ചുണ്ടിൽ വെള്ളം കൊടുക്കാറുണ്ട്. ബലിമൃഗത്തെ അറുക്കുമ്പോൾ നമ്മൾ അതിന്റെ മുമ്പിൽ അല്പം വെള്ളം കനിവ് കാട്ടാറുണ്ട്. പക്ഷേ പട്ടുവത്തെ MSFന്റെ ട്രഷറർ തന്റെ അയൽവാസിക്ക് പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ, തന്റെ പരിസരത്തുള്ള വൃദ്ധയായ അമ്മക്ക് വിധവാ പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അറുത്തത് ബലിമൃഗത്തെ അറുക്കുന്ന കാരുണ്യം പോലും കാണിക്കാതെ അറുത്തു. അറുക്കൽ മലയാളിയുടെ ശീലമാകുന്നു. അറുത്തതിന് ശേഷമുള്ള ഇന്ന് അറുത്താൽ നാളെ ഹർത്താൽ മലയാളിയുടെ ദേശീയ ഉത്സവമായി ഹർത്താൽ മാറുകയാണ്. ഹർത്താൽ മാറുമ്പോ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് SMS പ്രവഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ഹാപ്പി ഹർത്താൽ എന്ന സന്ദേശം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പാറുകയാണ്. പക്ഷേ നമ്മളൊക്കെ വീട്ടിൽ
ആകസ്മികമായി ലഭിച്ച ഈ അവധിയുടെ പേരിൽ നമ്മൾ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുമ്പോ, വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോ, ഫേസ്ബുക്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ഹർത്താലിന്റെ ദേശീയ ആഘോഷം നമുക്ക് കനിഞ്ഞു കിട്ടിയാൻ കാരണമായ ഒരു ചെറുപ്പക്കാരന്റെ അമ്മ ആ വീട്ടിലിരുന്ന് കരയുകയാണ്. ഇന്നും ടി.പി. ചന്ദ്രശേഖരന്റെ അമ്മക്ക് സ്വബോധം വന്നിട്ടില്ല എന്ന വാർത്ത നമ്മൾ അറിയുമ്പോ എത്ര ഭീകരമാണ് ഈ കൊലപാതകങ്ങൾ എന്നറിയുന്നു. ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളെ നിങ്ങൾ തൂക്കി നോക്കുക. ഹിംസയുടെ ഒരു പ്രത്യയശാസ്ത്രം, തന്റെ കൂടെ നിൽക്കുന്നവൻ തന്റെ പാർട്ടിക്കാരനല്ലാത്തതിന്റെ പേരിൽ അവന്റെ കഴുത്തിൽ കഠാര കുത്തിയിറക്കുന്ന ഒരു രാഷ്ട്രീയം. മറുപുറത്തോ തന്റെ രാഷ്ട്രീയം പ്രശ്നമല്ല, തന്റെ മതം പ്രശ്നമല്ല, തന്റെ വിശ്വാസം പ്രശ്നമല്ല, വിശാലമായ മനുഷ്യത്തിന്റെ മാനവിക ഐക്യത്തിന്റെ പേരിൽ നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന സ്നേഹത്തിന്റെ സ്നേഹസ്പർശനത്തിന്റെ ഒരു രാഷ്ട്രീയം. മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാൻ വരുമ്പോ അഭിമാനത്തോടെ പറയട്ടെ, ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരവും മലപ്പുറത്തെ സായന്തനത്തിൽ കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമത്തിൽ ഒളിഞ്ഞിരുന്ന് CPM-ന്റെ മെമ്പർഷിപ്പ് എടുത്ത കേഡർമാർ തന്റെ ശത്രുവിനെ പാത്തും പതുങ്ങിയും കടന്നു വരുന്നത് അരയിൽ സൂക്ഷിച്ച അരിവാളോടെ കാത്തു നിൽക്കുമ്പോ, മലപ്പുറം ജില്ലയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അതേ ദിവസം രാത്രിയിൽ പ്രിയപ്പെട്ട ശൈലജ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മക്ക് വീട് കൊടുക്കാനാണ് അവർ സംഘാടനം നടത്തിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയില് വീട് വെക്കാൻ വീടിന് അർഹതയുള്ളവരാരാണ്? മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുസ്ലിം ലീഗിന്റെ കാരണവന്മാർ ചോദിച്ചപ്പോ, യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ചർച്ച ചെയ്തപ്പോ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളുടെ പാർട്ടിക്കാരെയായിരുന്നില്ല, മുസ്ലിം ലീഗിന് പഞ്ചായത്തിൽ വോട്ട് തരുന്നവരായിരുന്നില്ല, ഞങ്ങളുടെ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്നവരെ മാത്രമായിരുന്നില്ല. എത്രയെത്ര ഉദാഹരണങ്ങൾ മലപ്പുറത്തിന്റെ തെരുവിൽ നിന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എത്രയെത്ര ഉദാഹരണങ്ങൾ. അമ്മമാരുടെ എത്രയെത്ര സങ്കടങ്ങളെയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന പേര് ചോദിച്ചാൽ വരാൻ പോകുന്ന ചരിത്രം പറയും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നില്ല അദ്ദേഹം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്നില്ല. നാളത്തെ കുട്ടിയുടെ ക്വിസ് കോമ്പറ്റീഷനിലെ ചോദ്യത്തിന്റെ ഉത്തരമായി ഒരു പക്ഷേ നാളത്തെ തലമുറ എഴുതി വെക്കും, ആരാണ് സയ്യിദ് ശിഹാബ്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറഞ്ഞാൽ കിടക്കാൻ കിടപ്പാടമില്ലാതെ, അഭയമില്ലാതെ അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ചോർന്നൊലിക്കുന്ന കൂരയിൽ ചോർന്നൊലിക്കാതെ, കഷ്ടപ്പെടാതെ തന്റെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് സുഖസുഷുപ്തിയിൽ അന്തിയുറങ്ങാനുള്ള തലയിണയുടെ പേരാണ്, ഷെൽട്ടറിന്റെ പേരാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന് വരും തലമുറ അടയാളപ്പെടുത്താൻ തക്ക രീതിയിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെ രാഷ്ട്രീയമായി മാറുകയാണ്. ഈ രാഷ്ട്രീയത്തെ എല്ലാവരും ഏറ്റെടുക്കണം. ഇതാണ് മതം, ഇതാണ് തത്വം, ഇതാണ് നമ്മുടെ സിദ്ധാന്തം. ഇത് മുസ്ലിം ലീഗിന്റെ വോട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആന്റെ താല്പര്യമാണ്. 114 സൂറത്തുകൾക്ക് 113 സൂറത്തുകളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിലാണ്. ലോകത്തിലെ മുഴുവൻ ഖുർആന്റെ മുഫസ്സിരീങ്ങളും അതിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ്? കാരുണ്യത്തിന്റെ അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്നാണ്. കേരളത്തിലെ KG രാഘവ വാര്യർ എന്ന ഹിന്ദുവായ മലയാള ഭാഷയിലെ പണ്ഡിതൻ വേണ്ടി ശ്രമിച്ചപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിന് സുന്ദരമായ കവിത പിറന്നു. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരുനാമത്തിലോതുന്നു ദിവ്യമാം സുക്തികൾ എന്ന് രാഘവ വാര്യർ പറയുകയുണ്ടായി. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരുനാമത്തിലോതുന്നു ദിവ്യമാം സുക്തികൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5 നേരം പ്രാർത്ഥിക്കുമ്പോ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളുടെ ആമുഖ വചനം പോലെ നാം ബിസ്മി ചൊല്ലുമ്പോ അതിലൊരു കാരുണ്യമുണ്ട്. ഈ സ്റ്റേജിലേക്ക് ഒരു കാരുണ്യത്തിന്റെ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കരുണയുടെ സന്ദേശത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ജീവിതം എത്ര നൈമിഷികമാണ്. സമയത്തിന്റെ ഈ കൽപ്പാന്ത തീരത്ത് രാഗദ്വേഷങ്ങളുടെ ലാസ്യ നടനമാടാൻ ദൈവമേ നീ ഞങ്ങളെ അനുവദിച്ചു. വിഡ്ഢികളായ ഞങ്ങളോ അതിന് പേര് കൊടുത്തു ജീവിതം. സമയത്തിന്റെ ഈ കൽപ്പാന്ത തീരത്ത് രാഗദ്വേഷങ്ങളുടെ ലാസ്യ നടനമാണ് ജീവിതം എന്ന് തിരിച്ചറിയുമ്പോ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള അന്ധതകൾക്ക് നമുക്ക് സമയമുണ്ടാകില്ല. കാരുണ്യത്തിന്റെ സന്ദേശമായി, കാരുണ്യത്തിന്റെ കൈവഴിയായി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ മാറ്റുകയാണ്. മലപ്പുറം ജില്ലയില് ഞങ്ങളുടെ വീടുകളെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. സരോജിനി അമ്മ ചെറിയമുണ്ടം പഞ്ചായത്തില്, ഈ പ്രദേശത്തെ കൈപ്പമംഗലത്തെ പൊതുജനങ്ങളെ, മലപ്പുറം ജില്ല 99% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ചെറിയമുണ്ടം പഞ്ചായത്തില് ബൈത്തുർ റഹ്മയുടെ കാരുണ്യത്തിന്റെ കവാടം ആർക്ക് തുറന്നു കൊടുക്കണം എന്നാലോചിക്കുമ്പോ ചെറിയമുണ്ടം പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അഭിപ്രായം പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് സരോജിനി എന്ന ഒരു അമ്മയുണ്ട്. സരോജിനി അമ്മ രവി എന്ന ചെറുപ്പക്കാരന്റെ വിധവയായ ഭാര്യയാണ്. കൈപ്പമംഗലത്തെ ഈ ദുരിതാശ്വാസത്തിന്റെ കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് സഹായത്തിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, പൊന്നാനി പാർലമെന്റിന്റെ അഭിവന്യ നിയോജക മണ്ഡലത്തിന്റെ
അഭിവന്ദ്യനായ പാർലമെന്റ് പ്രതിനിധി ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. സർവോപരി കേരളത്തിൽ കാരുണ്യത്തിന്റെ പ്രതീകമായി CH സെന്റർ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ തന്റെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ